മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ രാജ്യവ്യാപക പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. പണിമുടക്കിൽ കേരളമടക്കം പൂർണ്ണമായി സ്തംഭിക്കും. ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂറാണ് പണിമുടക്ക്. വ്യവസായ, കാർഷിക, വാണിജ്യ, വ്യാപാര മേഖലകൾ നിശ്ചലമാകും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ ചേരുക. വിഷ്ണു, ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ, അതിലെ വ്യവസ്ഥകൾ എന്തെന്നറിയാൻ കഴിയുന്നില്ല. രാജ്യത്തിന്റെ കാർഷിക മേഖലയാകെ തകർക്കുന്ന തരത്തിൽ, മറ്റ് വ്യാപാര മേഖലയാകെ തകർക്കുന്ന തരത്തിലുള്ള ദോഷകരമായ നിർദ്ദേശങ്ങളാണ് ഈ കരാറിലുള്ളത്. അതുകൂടി പരിഗണിക്കുമ്പോൾ ഈ പണിമുടക്കിന്റെ പ്രസക്തി എത്രത്തോളമുണ്ട്? എങ്ങനെയാണ് ഇടത് സംഘങ്ങൾ 10 ട്രേഡ് യൂണിയനുകളാണല്ലോ ഈ പണിമുടക്കിൽ പങ്കെടുക്കുക? എങ്ങനെയാണ് ഒരുക്കങ്ങൾ? മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ രാജ്യവ്യാപക പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. പണിമുടക്കിൽ കേരളമടക്കം പൂർണ്ണമായും സ്തംഭിക്കും. ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂറാണ് പണിമുടക്ക്. വ്യവസായ, കാർഷിക, വാണിജ്യ, വ്യാപാര മേഖലകൾ നിശ്ചലമാകും. രാജ്യത്തെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതടക്കം ഗ്രാമീണ തൊഴിൽ മേഖല സ്തംഭിപ്പിക്കുന്ന തീരുമാനങ്ങളിലേക്ക് രാജ്യത്തെ തൊഴിലാളികളെ, 90 കോടിയിലധികം വരുന്ന തൊഴിലാളികളെ അസംഘടിതരാക്കുന്ന, അവരെ പട്ടിണിയുടെ വറചട്ടിയിലേക്ക് ഇടുന്ന കേന്ദ്ര സർക്കാരിന്റെ, മോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ, കോർപ്പറേറ്റ് അനുകൂല നിലപാടുകൾക്കെതിരെ രാജ്യമാകെ പ്രതിഷേധത്തിന്റെ മുനമ്പിലാണ്. ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെയുള്ള 24 മണിക്കൂർ ദേശീയ പണിമുടക്കിൽ കേരളമടക്കം നിശ്ചലമാകും. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുക. വിഷ്ണു, എങ്ങനെയാണ് പണിമുടക്കിന്റെ ഒരുക്കങ്ങൾ? സിജു, മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള സമരത്തിലേക്കാണ്, പ്രക്ഷോഭത്തിലേക്കാണ് തൊഴിലാളി സംഘടനകളൊക്കെ തന്നെ നീങ്ങുന്നത്. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക്, ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ ആരംഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നാളെ വലിയ തലത്തിലുള്ള പ്രതിഷേധ യോഗങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ, എല്ലാ സംസ്ഥാനങ്ങളിലെയും ജില്ലാ കേന്ദ്രങ്ങളിലടക്കം ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെയാണ് ഇപ്പോൾ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 ലക്ഷത്തോളം കേന്ദ്രങ്ങളിൽ ശക്തമായിട്ടുള്ള സമര പരിപാടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മോദി സർക്കാർ ഇപ്പോൾ ഏകപക്ഷീയമായി കൊണ്ടുവന്ന ഈ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന ഒരു ആവശ്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ ശക്തമായി നാളത്തെ ദേശീയ പണിമുടക്കിൽ ഉയർത്തിക്കാട്ടുക. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് കൊണ്ടുവന്ന VB-G Ramji നിയമം അത് പിൻവലിക്കണം, വിത്ത് ബില്ല് പിൻവലിക്കണം, വൈദ്യുതി ഭേദഗതി കരടിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും ശക്തമായി തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ മേഖലകളിൽ വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളൊക്കെ തന്നെ ട്രേഡ് യൂണിയനുകൾ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് നാളെ രാജ്യതലസ്ഥാനത്തും വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിയോടുകൂടി രാജ്ഘട്ടിൽ നിന്നും വലിയൊരു പ്രതിഷേധ റാലി രാവിലെ 10 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ജന്തർ മന്ദിറിൽ 10,000 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു പ്രതിഷേധ യോഗവും ഉണ്ടാകും.